ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളതാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇതിൻ്റെ അന്തസത്ത മനസ്സിലാകാൻ സാധ്യത കുറവാണെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ ത്രൂ ഔട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് നമ്മൾ ജോലി ചെയ്തും ബിസിനസ് ചെയ്തുമൊക്കെ പണം സമ്പാദിക്കുന്നവരാണല്ലേ. പക്ഷേ നമുക്കൊരു പരാതിയുണ്ട്, പണം വരുന്നത് പോലെ തന്നെ പണം എങ്ങോട്ടോ പോവുകയാണ്, നമുക്കൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഈ മാസം കുറച്ച് സേവ് ചെയ്യണമെന്ന് വിചാരിച്ചാലും പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളിൽ ചതി, വഞ്ചന, ഒരു അംഗീകാരം കിട്ടാത്ത അവസ്ഥ, നമ്മൾ എത്രത്തോളം ആളുകളെ കെയർ ചെയ്തിട്ടും അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ സ്നേഹം പങ്കുവെച്ചിട്ടും നമുക്ക് അതേ അളവിൽ കിട്ടാത്ത അവസ്ഥകൾ. അതുപോലെ തന്നെ നമുക്ക് അലസത, മടി, ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ പലതരം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ തന്നെ ചില വേദനകൾ ശരീരത്തിലുണ്ടാകുക. അത് നമ്മൾ സാധാരണക്കാർ പറയുമ്പോൾ നേർക്കട്ടം എന്നൊക്കെ പറയുമായിരിക്കാം, പക്ഷേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ചില വൈകാരികമായിട്ടുള്ള അവസ്ഥകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് അംഗീകാരങ്ങൾ നമ്മളെ തേടി വരാതിരിക്കുക, അർഹിക്കുന്ന പരിഗണന കിട്ടാതിരിക്കുക, ജോലിയിൽ ഉയർച്ചയില്ലാതിരിക്കുക, പ്രൊമോഷൻ ലഭിക്കാതിരിക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന അഡിഷൻസ് ആണ്. നമുക്ക് പലതരം അഡിഷൻസ് ഉള്ളവരായിരിക്കാം. ചിലർക്ക് മദ്യപാനം, പുകവലി, അങ്ങനെ തുടങ്ങി പലതരം അഡിഷൻസ്, മൊബൈൽ ഫോൺ അഡിഷൻസ് അങ്ങനെ പലതും ഉണ്ടാവാം. അഡിഷൻസ് എന്ന് പറയുന്നത് ദുശീലങ്ങളോട് മാത്രമല്ല കേട്ടോ, നല്ല ചില കാര്യങ്ങൾ, അതായത് നമ്മൾ ഡെയിലി റൊട്ടീനായിട്ട് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ദൂഷ്യമായിട്ടൊക്കെ വന്നേക്കാം. അതും ഒരു അഡിഷനാണ്. എന്തിനോടും ഏതിനോടും അമിതമായിട്ടുള്ള ആസക്തി, അത് ചിലപ്പോൾ നമ്മൾക്കത് അവോയ്ഡ് ചെയ്യണം. നമ്മുടെ ഹെൽത്തിന് അത് ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ഈ നാളെ തൊട്ട് സ്റ്റോപ്പ് ചെയ്യാം. ചിലർക്ക് ഏർലി മോർണിംഗിൽ എഴുന്നേക്കാൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും, അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ യോഗയോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ, ഇനി അതുമല്ല നമ്മൾ കുറച്ച് ഫിലോസഫി ആയിട്ടോ പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ തിയോളജി, പിന്നെ സ്പിരിച്വൽ വേയിലൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, കുറച്ച് ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈസിലി കണക്റ്റഡ് ആകാൻ പോകുന്നൊരു സബ്ജക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് 7 ചക്ര കുറിച്ചാണ്. അപ്പോൾ 7 ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെല്ലാം പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ. എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ തുമ്പ് മുതൽ നമ്മുടെ തലച്ചോറിൻ്റെ, അതായത് കൊച്ചു കുട്ടികളുടെയൊക്കെ ജനിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു ചുഴി ഉണ്ടാവുമല്ലോ, ആ ചുഴി ഉള്ള ഭാഗത്തിനെ ക്രൗൺ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ തുമ്പ് മുതൽ ആ ക്രൗൺ പാർട്ട് വരെ ഉള്ള ഭാഗങ്ങളെ ചില പ്രത്യേകം ഊർജം പ്രവഹിക്കുന്ന വീൽസ് അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജ പ്രവാഹം എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അത് തിയറി ബേസിക് ആയിട്ടോ അല്ലെങ്കിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല, എങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ധാരാളമുണ്ട്. 7 ചക്രാസ് മാത്രമല്ല, ധാരാളം ചക്രാസുകൾ നമ്മുടെ ശരീരത്തിൽ, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജ തരംഗങ്ങളാണ്. ഈ ഓരോ ഊർജ തരംഗങ്ങൾക്കും ഓരോ പ്രത്യേക പേരുകളുണ്ട്. അതുപോലെ തന്നെ അതിന് ഒരു കളർ കൊടുത്തിട്ടുണ്ട്, നിറം കൊടുത്തിട്ടുണ്ട്. അതിന് മെഡിറ്റേഷൻ ചെയ്ത ആ ഊർജ പ്രവാഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബീജമന്ത്രങ്ങളും കൊടുത്തിട്ടുണ്ട്, ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 7 ചക്രാസിലുണ്ടാകുന്ന ഊർജത്തിൻ്റെ കൂടുതലും കുറവും, അതായത് വേരിയേഷൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകളെയും അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള സ്റ്റേറ്റസിനെയൊക്കെ ബാധിക്കും. ചക്രാസുകളെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ മൂലാധാര ചക്രയുടെ തൊട്ട് മുകളിലായിട്ട് കാണുന്നതാണ് സ്വാധിഷ്ഠാന ചക്ര.
അതിന് മുകളിലായിട്ട്, അതായത് നമ്മുടെ റിബ്സ് വാരിയെല്ലുകളുടെയൊക്കെ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ചക്രയാണ് മണിപൂരക ചക്ര എന്ന് പറയുന്നു. പിന്നെ ഹാർട്ട് ചക്രയുണ്ട്, ത്രോട്ട് ചക്രയുണ്ട്, വിശുദ്ധി ചക്ര എന്ന് പറയും, തേർഡ് ഐ ചക്രയുണ്ട്. നമ്മുടെ ഈ പിരികത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നതിനെയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ക്രൗൺ ചക്രയാണ്. ക്രൗൺ ചക്ര നമ്മുടെ ഈ ഒരു നമ്മുടെ തലയുടെ ക്രൗൺ പാർട്ടിൽ കാണുന്ന ഒരു ചക്രയാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. ഈ 7 ചക്രാസ് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ അനവധി ചക്രങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ പാം ഏരിയയിൽ, നമ്മുടെ കൈയുടെ ഈ ഒരു പാം ഏരിയയിൽ ചെറിയ ചെറിയ ചക്രാസുകളുണ്ട്. ഈ ചക്രാസുകൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം പല യോഗിവര്യന്മാരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്, കൈകളിങ്ങനെ കൂട്ടിത്തിരുമണം, എന്നിട്ട് കണ്ണിന് മുകളിൽ വെക്കണമെന്ന് പറയാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചെറിയ ചെറിയ ചക്രാസിനെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര പവർഫുള്ളാണ്. അത് നമ്മൾ സ്വീകരിക്കുന്നു, ആ ഊർജത്തെ നമ്മളിലേക്ക് സ്വീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ കാണുമെന്ന് എനിക്ക് സംശയമില്ല. ജീവിതത്തിൽ നമ്മുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു കംഫോർട്ട് സോണിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ നമ്മളെല്ലാവരും. ഇപ്പം ചിലർക്ക് ജോലി മാറാൻ പേടിയാണ്, അല്ലെങ്കിൽ മാറ്റങ്ങളെ അംഗീകരിക്കാൻ പേടിയാണ്. ചില മനുഷ്യർക്ക് അവരുടെ ചിന്താഗതികൾ, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചിന്താഗതികൾ, അവരുടെ അവസ്ഥകളിൽ കൂടെ തന്നെ പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പുതിയ പുതിയ ചിന്താഗതികളെയോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നമ്മൾക്കൊന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഈ 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്ന മൂലം നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകില്ല. മറിച്ച് നിങ്ങൾക്ക് വളരെയധികം ശരീരത്തിലും മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാണ്, ജാതി മതഭേദമന്യേ ധാരാളം പേർ ഇത്തരം മെഡിറ്റേഷൻസുകൾ ചെയ്യുന്നുണ്ട്. യോഗ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻസ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റേതായ വിശ്വാസത്തോടു കൂടി നമ്മളത് ഇമാജിനേഷൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതിന് പകരം പുതിയ പുതിയ കാര്യങ്ങളിലേക്കും പുതിയ പുതിയ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ചെയ്യുവാനും ഒക്കെ നിങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കും. നിങ്ങളിലേക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതിപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്നതാണ്. കാരണം ഓരോ ചക്രാസും കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങൾ ഓരോ അവയവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻസ് എടുത്തു പറയുകയാണ്, ആർക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻസ് ചെയ്യാവുന്നതാണ്. ജാതിമത ഭേദമന്യേ ആർക്കും ചെയ്യാം. അതിൽ ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ പ്രതിനിധീകരിക്കുന്ന യാതൊരു കാര്യങ്ങളും ഈ ഒരു മെഡിറ്റേഷനില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകളും അല്ലെങ്കിൽ ഈ മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഞാൻ അവിടെ പറയും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.